ആനുവൽ എക്സാം ക്ലാസ് 9 രസതന്ത്രം 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ബക്കിബോൾസ് എന്നറിയപ്പെടുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏത്? ആൻസർ ഫുലറിൻ. രണ്ടാമത്തെ, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. സോഡാജലം, ലായകം ജലം, അന്തരീക്ഷ വായു, ലായകം നൈട്രജൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം MnO2 മാംഗനീസ് ഡയോക്സൈഡ് ആണെന്ന്. മാംഗനീസ് ഡയോക്സൈഡ് അല്ല, വനേഡിയം പെൻഡോക്സൈഡാണ്, V2O5. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം. ഇവയിൽ ഏതിൻ്റെ ഓക്സൈഡാണ് ഘനജലം? ഘനജലം ഡ്യൂറ്റീരിയത്തിൻ്റെയാണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, CNG, LNG എന്നിവയിലെ മുഖ്യ ഘടകം ഏത്? ആൻസർ മീഥെയ്ൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവവളപ്രയോഗത്തിൻ്റെ ഏതെങ്കിലും 2 മേന്മകൾ ലിസ്റ്റ് ചെയ്യുക. ഒന്ന്, പരിസ്ഥിതി സൗഹൃദം. രണ്ടാമത്തെ, മലിനീകരണം കുറവായിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 200 ഗ്രാം ജലത്തിൽ 96 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് ലയിച്ചു ചേർന്നിരിക്കുന്നു. ലേയത്വം എന്നാൽ എന്ത്? ആൻസർ, ലേയത്വം എന്നാൽ ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലേയത്വം. ബി ക്വസ്റ്റ്യൻ, 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ലേയത്വം എത്ര? ലേയത്വം 100 ഗ്രാമിലാണ് 96 വന്നിരിക്കുന്നത്. 200 ഗ്രാമിൽ 96, 100ൽ 96ൻ്റെ ഹാഫ് 48. അടുത്ത ക്വസ്റ്റ്യൻ, വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലകപ്പെട്ട സസ്യാവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷൻ്റെ ഫലമായാണ് കൽക്കരി ഉണ്ടാകുന്നത്. കാർബണൈസേഷൻ എന്നാൽ എന്ത്? ആൻസർ, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സസ്യാവശിഷ്ടങ്ങൾ കാർബണായി മാറുന്ന പ്രവർത്തനം. അത് ആബ്സെൻസ് ഓഫ് എയർ എന്നുള്ളത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. ബി ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയുടെ രൂപം ഏതാണ്? ആൻസർ, ആന്ത്രസൈറ്റ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അഭികാരകങ്ങൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്, HCl. ആൻസർ, ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതിൻ്റെ കാരണം എന്ത്? ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബണിൻ്റെ ഘടന നൽകിയിരിക്കുന്നു. ഈ സംയുക്തത്തിൻ്റെ പേരെഴുതുക. ഇതിൻ്റെ പേരാണ് നാഫ്തലിൻ. ഇനി അതിൻ്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം എഴുതുക. C കാർബൺ 10 എണ്ണം, ഹൈഡ്രജൻ 8 എണ്ണം, അപ്പോൾ C10H8. 11ാമത്തെ ക്വസ്റ്റ്യൻ, പദാർത്ഥങ്ങൾ പരസ്പരം കലർത്തി മിശ്രിതങ്ങൾ തയ്യാറാക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ സസ്പെൻഷനുകൾ ഏതെല്ലാം? ആൻസർ, ചോക്കുപൊടി പ്ലസ് ജലം പിന്നെ ചെളിവെള്ളം. ബി ക്വസ്റ്റ്യൻ, സസ്പെൻഷനുകളുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ആൻസർ, പ്രകാശപാത ദൃശ്യമാണ്. ഇതിനെ അരിച്ചു മാറ്റാനായിട്ട് കഴിയും. 12ാമത്തെ ക്വസ്റ്റ്യൻ, ആസിഡും ആൽക്കലിയും നിർവീകരണ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലവണവും ജലവും ഉണ്ടാകുന്നു. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോണിനെ പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുക. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൽ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിലെ നെഗറ്റീവ് അയോണിനെ പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുക. അത് Cl ക്ലോറിനാണ്. അതിൻ്റെ ബേസികത 1. Cl മൈനസ്, അതായത് ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നു, അതുകൊണ്ട് മൈനസ് ആവുന്നു, ക്ലോറിൻ -1. ഇനി സി ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിൻ്റെ രാസസൂത്രം എഴുതുക. മഗ്നീഷ്യം MgCl2, മഗ്നീഷ്യം ക്ലോറൈഡ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഓസോൺ പാളിയുടെ ശോഷണം ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാണ്.
ക്വസ്റ്റ്യൻ ക്ലോറോ ഫ്ലൂറോ കാർബണുകളുടെ അമിത ഉപയോഗം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് എങ്ങനെ? ആൻസർ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. ഇത് ഓസോൺ ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കുന്നു. ബി ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഓസോണിന് അനുയോജ്യമായവ തിരഞ്ഞെടുത്തെഴുതുക. ഓസോൺ ഒരു ദ്വയാറ്റമിക തന്മാത്രയാണ്. തെറ്റാണ്. രണ്ടാമത്തെ, അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇവ കൂടുതലായി കാണുന്നത്. കറക്റ്റ്. ഇതൊരു ഗ്രീൻ ഹൗസ് വാതകമാണ്. അതും കറക്റ്റ്. ഇപ്പോൾ 2ഉം 3ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ, C2H2 -C4H6 എന്നിവ ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ ഉൾപ്പെടുന്നവയാണ്. ക്വസ്റ്റ്യൻ സംയുക്തം എയുടെ തന്മാത്രാ സൂത്രം എഴുതുക. അപ്പോൾ C2H2, അപ്പോൾ വരുന്നത് C3 ആയിരിക്കും, കാർബൺ 3 ആയിരിക്കും. മൂന്നാമത്തേൽ കാർബൺ 4 അല്ലേ. പിന്നെ അതുപോലെ H2 ആണ്, H6 ആണ് മൂന്നാമത്തേൽ, രണ്ടാമത്തേൽ H4 ആയിരിക്കും. അപ്പോൾ C3H4 ആയിരിക്കും അതിൻ്റെ ആൻസർ C3H4. ഇനി അടുത്തത്, ഈ സംയുക്തത്തിൻ്റെ ഘടനാവാക്യം എഴുതുക. ഘടനാവാക്യം CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. ട്രിപ്പിൾ ബോണ്ട് വന്ന കാരണം കൊണ്ട് ഇവ ഏത് ഹോമോലോഗസ് ശ്രേണിയിൽ ഉൾപ്പെടുന്നു? YN ആണ്, ആൽക്കൈനാണ് അതിൻ്റെ ആൻസർ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ക്ലോറിൻ. ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത്. ക്വസ്റ്റ്യൻ ക്ലോറിൻ ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിര സംയുക്തം ഏത്? ആൻസർ HOCl. ബി ക്വസ്റ്റ്യൻ ഈ അസ്ഥിര സംയുക്തത്തിൻ്റെ വിഘടന ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? HClഉം ഓയും. സി ക്വസ്റ്റ്യൻ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് എങ്ങനെ? ബ്ലീച്ചിങ് പൗഡർ ഈർപ്പമില്ലാത്ത കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ഈ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, 2 ടെസ്റ്റ് ട്യൂബുകളിൽ ഒന്നിൽ 10 മില്ലി ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും അടുത്തതിൽ 10 മില്ലി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും എടുക്കുക. രണ്ടിലും 2 ഗ്രാം വീതം മെഗ്നീഷ്യം ഇടുക. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നത്? ക്വസ്റ്റ്യൻ ആൻസർ കോൺസെൻട്രേറ്റഡ് HCl ഉണ്ടായിരുന്ന, അതായത് ഗാഢ HCl ഉള്ള ടെസ്റ്റ് ട്യൂബിൽ ആണ് പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നത്. ഇനി ഇവിടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിച്ച ഘടകം ഏത്? ആൻസർ അഭികാരകങ്ങളുടെ ഗാഢത, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇത് രാസപ്രവർത്തന വേഗം കൂടുന്നു. ഇനി സി ക്വസ്റ്റ്യൻ ഈ ഘടകം രാസപ്രവർത്തന വേഗത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആൻസർ അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കുന്തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ കണികകളുടെ എണ്ണം കൂടുകയും തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഡി ക്വസ്റ്റ്യൻ മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം സൂചിപ്പിക്കുന്ന സമീകൃത സമവാക്യം എഴുതുക. Mg + 2HCl gives MgCl2 + H2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ, XY എന്നീ മൂലകങ്ങളുടെ ആറ്റങ്ങളിൽ 3 ഷെല്ലുകൾ വീതമുണ്ട്. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. X ഗ്രൂപ്പ് 2ലും Y ഗ്രൂപ്പ് 15ലും ഉൾപ്പെടുന്നു. ഇനി മൂലകം Xൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. രണ്ടാമത്തെ ഗ്രൂപ്പല്ലേ, അപ്പോൾ 2 8 2. ബി ക്വസ്റ്റ്യൻ മൂലകം Y ഉൾപ്പെട്ട മൂലക കുടുംബത്തിൻ്റെ പേര് എഴുതുക. നൈട്രജൻ കുടുംബം. മൂന്നാമത്തെ, ഇവയിൽ വലിപ്പം കൂടിയ ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? Xൻ്റേതാണ്. ഡി ക്വസ്റ്റ്യൻ XY എന്നീ മൂലകങ്ങൾ ഉൾപ്പെടുന്ന പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. 2 8 8. ഉത്കൃഷ്ട മൂലകം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 8 ആയിരിക്കും, സ്റ്റേബിളായിരിക്കും. അപ്പോൾ 2 8 8. 18ാമത്തെ ക്വസ്റ്റ്യൻ, കാർബണും ഓക്സിജനും സംയോജിച്ചുണ്ടാകുന്ന 2 സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ മോണോക്സൈഡിൻ്റെ രൂപീകരണം സൂചിപ്പിക്കുന്ന
സമീകൃത രാസസമവാക്യം എഴുതുക. അതായത് 2C + O2 gives 2CO, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഇവയിൽ ഏത് വാതകമാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്നത്? കാർബൺ ഡയോക്സൈഡാണ്. അടുത്തത് വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവയിലെ ഘടകങ്ങൾ ഏതെല്ലാം? വാട്ടർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും, പ്രൊഡ്യൂസർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡും നൈട്രജനും. 19th ക്വസ്റ്റ്യൻ, സൾഫർ ഡയോക്സൈഡ് SO2 ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നു SO3. ഈ രാസപ്രവർത്തനത്തിൻ്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക. ആൻസർ 2SO2 + O2 gives 2SO3. ഇനി ബി ക്വസ്റ്റ്യൻ, 128 ഗ്രാം സൾഫർ ഡയോക്സൈഡ് 32 ഗ്രാം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സൾഫർ ട്രയോക്സൈഡിൻ്റെ മാസ് കണക്കാക്കുക. സൾഫർ ട്രയോക്സൈഡിൻ്റെ മാസ് 160 ഗ്രാം. 128 + 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി എഴുതുക. SO2, O2ന് ഓക്ക് -2 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്. അപ്പം 2 × -2 എന്ന് പറയുമ്പോൾ -4. അപ്പോൾ അത് ന്യൂട്രലാവണമെങ്കിൽ എസ്സിന് +4. ആദ്യത്തെ +4 എസ്. രണ്ടാമത്തേൽ SO3 ആണ്. അപ്പോൾ -6 ആണ് വരുന്നത്. അപ്പോൾ എസ്സിന് സൾഫറിന് +6 ആൻസർ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാർബണിക് സംയുക്തത്തിൻ്റെ IUPAC നെയിം സൈക്ലോപെൻറ്റെയിൻ എന്നാണ്. സൈക്ലോ അതായത് ക്ലോസ്ഡ്. പെൻറ്റെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കാർബൺ ആറ്റം. ഈ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വരയ്ക്കാം. 5 കാർബൺ, അതിൽ 2 ഹൈഡ്രജൻ വെച്ച് ഓരോന്നിനും. ഇനി അടുത്തത്, ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാ സൂത്രം എഴുതുക. C5ഉം H10ഉം. C5H10. ഇനി അടുത്തത്, ഇതേ തന്മാത്രാ സൂത്രമുള്ള ഏതെങ്കിലും ഒരു ഓപ്പൺ ചെയിൻ, ക്ലോസ്ഡ് അല്ല ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം, IUPAC നാമം എന്നിവ എഴുതുക. ഘടനാവാക്യം എന്ന് പറയുമ്പോൾ 5 കാർബൺ വേണം. അങ്ങനെ പിന്നെ 2 CH2 ഡബിൾ ബോണ്ട് CH2 അങ്ങനെ. അപ്പം ഡബിൾ ബോണ്ട് ആയതിനും PENTENE പെൻറ്റീൻ എന്നാണ് കേട്ടോ. PENTENE പെൻറ്റീൻ.